നമസ്കാരം. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മളുടെ ചാനലിൽ എറണാകുളം ജംഗ്ഷനുകളെക്കുറിച്ചൊരു സീരീസ് ആരംഭിച്ചിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വൈറ്റില ജംഗ്ഷൻ കഴിഞ്ഞു, ഇടപ്പള്ളി കഴിഞ്ഞു, പാലാരിവട്ടം കഴിഞ്ഞു. ഇന്ന് ഞാൻ നിൽക്കുന്നത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ മുൻവശത്താണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ കലൂർ ജംഗ്ഷനിലെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. ഈ കാണുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വലത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോകാം. കലൂരിൽ 2 മെട്രോ സ്റ്റേഷനുണ്ട്. ഒന്ന് കലൂർ മെട്രോ സ്റ്റേഷനും ഒന്ന് JLN സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ. ദൂരെ കാണുന്നതാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ഇതിവിടെ വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളാണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അന്വേഷിച്ച് നോക്കാം. 1996 ഈ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിനുശേഷം കേരളത്തിൻ്റെ സ്പോർട്സ് മേഖലയിൽ വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുള്ളതാണ് ഈ സ്റ്റേഡിയം. എല്ലാവർക്കും അറിയാമായിരിക്കും. ISL എല്ലാ കളികളെല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്റ്റേഡിയം ലിങ്ക് റോഡെന്നാണ് കേട്ടോ ഈ റോഡ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് കടവന്ത്രയ്ക്കും MG റോഡിലേക്കും ഒക്കെ പോകാവുന്ന വഴികളുണ്ട്. ധാരാളം ഷോപ്പുകൾ, ഹോട്ടലുകളൊക്കെ ഈ സ്റ്റേഡിയത്തിൻ്റെ താഴ്വശത്തുണ്ട്. എടുത്തു പറയേണ്ട ഒരു ഹോട്ടൽ കാണിച്ചു തരാം. ഫലൂദ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, MP ഓഫീസ് ഓഫ് ദ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, രാജ്യസഭ ഓഫീസ് ഇവിടെയുണ്ട്. റെസ്റ്റോറൻറ്റ് ഇതാണ് ഐഡിലി കഫേ. ഇവിടെ വളരെ സെൻസേഷണലായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഐഡിലി കഫേ. ഇവിടെ കൗണ്ടറുണ്ട്. സ്റ്റാൻഡ് നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തുകൊണ്ട് സബർമതി റോഡ്. OWC പ്ലാന്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഒരു ഇനീഷ്യേറ്റീവോ മറ്റോ എന്താണ് സംഭവം എന്നറിയില്ല. അറേബ്യൻ പാലസ് കുഴിമന്തി. നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലൂടെയൊക്കെയാണ് കേട്ടോ. സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്കുള്ള കാഴ്ചകളാണ്. ഈ കിടക്കുന്ന റോഡുകൾ നമ്മൾ വൈറ്റിലേക്കും തമ്മനത്തിനും MG റോഡിലും ഒക്കെ പോകാവുന്ന വഴികളാണിത്. ഇത് കലൂരിൻ്റെ കിഴക്കുവശത്തേക്കുള്ള റോഡാണ്. അപ്പം നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഏതാണ്ട് ചുറ്റുവട്ടമൊക്കെ ആയി. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ വന്നു. ഈ മുമ്പിൽ കാണുന്നത് JLN മെട്രോ സ്റ്റേഷനാണ്. ആ കാണുന്ന റോഡ്, ബസ് പോകുന്ന റോഡ് എന്ന് പറയുന്നത് ബാനർജി റോഡാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഇടത്തേക്ക് നമ്മുടെ കലൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിലേക്ക് പോവാം. മെട്രോ സ്റ്റേഷൻ. യിലേക്കുള്ള എൻട്രൻസ് ആണ്. സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൻ്റെ ഗ്രൗണ്ടും ഇവിടെ തന്നെയാണ് കേട്ടോ. സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജ് ഗ്രൗണ്ട്, കോളേജ് വേറെയും ഗ്രൗണ്ട് ഇവിടെയാണ്. ഇത് ലാൻഡ്മാർക്ക് ഹോട്ടൽ. യൂസ്റ്റ പുതിയ ബ്രാൻഡാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. റിലയൻസിൻ്റെ ആണെന്ന് തോന്നുന്നു. നമ്മളീ പോകുന്നത് ബാനർജി റോഡിലൂടെയാണ്. എറണാകുളത്തെ മറ്റൊരു തിരക്കേറിയ ജംഗ്ഷനും കൂടെയാണ് ഈ കലൂർ ജംഗ്ഷൻ. ഒരു കാലത്ത് കൊച്ചി വലിയതായിട്ട് ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് ഇത് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയുടെ ഒരു വേസ്റ്റ് ഡംപിങ് പ്രദേശമായിരുന്നു ഈ കലൂർ. പഴയ കൊച്ചിയുടെ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ നീണ്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വളർന്നു വന്ന ഒരു നഗരം കൂടി ഒരു
ജംഗ്ഷനും കൂടിയാണ് കലൂർ ജംഗ്ഷൻ. ഓണോത്ത് റോഡ്. ഈ റോഡിന് നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറേക്ക് കിടക്കുന്ന റോഡാണ് ദേശാഭിമാനി റോഡ്. റോഡൊന്ന് ക്രോസ് ചെയ്യുക. ഈ ദേശാഭിമാനി റോഡിലൂടെ നമുക്ക് എളമക്കരയ്ക്ക് പോകാം. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഈ റോഡിലാണ് ദേശാഭിമാനി പത്രത്തിൻ്റെ ഓഫീസും കെട്ടിടങ്ങളും ഒക്കെ ഇരിക്കുന്നത്. ദേശാഭിമാനിയുടെ ഓഫീസ്. റോഡിൽ എടുത്തു പറയത്തക്ക ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഉള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. നമുക്കത് എവിടെയെന്നും കൂടി ഒന്ന് നോക്കി വരാം. അമ്മയുടെ AMMA അറിയാമല്ലോ, സിനിമാ മേഖലയിലെ അമ്മയുടെ സംഘടനയുടെ ഓഫീസാണിത്. അമ്മ സംഘടനയുടെ. ഇത് കൈരളി സ്ട്രീറ്റാണ്. കൊല്ലംപറമ്പ് റോഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള കൈരളി സ്ട്രീറ്റാണത്. അതായത് ദേശാഭിമാനി റോഡിൽ നിന്ന് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത്തേക്ക് തിരിയണം. ACS സ്കൂളാണ് ഈ കാണുന്നത്. ACS ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതും കഴിഞ്ഞാണ് നമ്മൾ ചെല്ലുന്ന പാവക്കുളം മഹാദേവ ക്ഷേത്രം. ഇവിടെ ഒരു ക്ഷേത്രമുണ്ടല്ലോ, ആനന്ദ ചന്ദ്രോദയ സഭ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. തൊട്ട് താഴെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൂടെ ഉണ്ട് കേട്ടോ. ACS ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ ആനന്ദ ചന്ദ്രോദയം സഭയുടെ സ്കൂളെന്നാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രവും സ്കൂളുമെല്ലാം ഒരേ കോമ്പൗണ്ടിലാണ്. ഇപ്പോൾ പോകുന്ന ലക്ഷ്യം വെച്ച് പോകുന്ന മഹാദേവ ക്ഷേത്രം ഇവിടുന്നും ഏതാണ്ട് 200-300 മീറ്ററും കൂടെ മാറിയിട്ടാണ് പോകാനെ അല്ലേ. വന്നോളൂ. ധാരാളം ഓർക്കിഡുകളുള്ള ഒരു വീട്. നോക്കൂ, ഓർക്കിഡുകളാണ് അവിടുത്തെ ഹൈലൈറ്റ്. ഏതോ ഒരു റോഡിൽ വന്നിറങ്ങി നമുക്ക് നോക്കാം. ഇതിനടുത്ത് എവിടെയോ ആണ് ക്ഷേത്രം. ഇതാണ് പാവക്കുളം മഹാദേവ ക്ഷേത്രം. ഇതാണ് പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം. നവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓം നമഃ ശിവായ. ഞാൻ വന്നത് വളരെ വളഞ്ഞ ഒരു റൂട്ടിലാണ്. അതാ ഇവിടെ വളരെ എളുപ്പമുള്ള, ഇവിടുന്ന് ഒരു കഷ്ടി 100 മീറ്ററേ ഉള്ളൂ ഈ ബാനർജി റോഡിലേക്ക്. ഇവിടുന്ന് എത്താവുന്ന സ്ഥലത്താണ് ദേശാഭിമാനി റോഡിലൂടെ കറങ്ങിയെത്തിയത്. നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും വന്നിറങ്ങിയ ഈ ജംഗ്ഷനുണ്ടല്ലോ, ഈ ജംഗ്ഷനാണ് യഥാർത്ഥ കലൂർ ജംഗ്ഷൻ. ഇത് ബാനർജി റോഡ്. നമ്മളിപ്പോൾ നമ്മുടെ പുറകിലേക്ക് കാണുന്നത് LFC റോഡ്, ലിറ്റിൽ ഫ്ലവർ ചർച്ച് റോഡെന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്, LFC റോഡ്. ഈ കാണുന്നത് ബാനർജി റോഡ്. ഈ നേരെ മുമ്പിൽ കാണുന്നത് കലൂർ കടവന്തറ റോഡ്. ഈ കാണുന്നത് കലൂർ മെട്രോ സ്റ്റേഷൻ. അപ്പുറത്ത് നമുക്ക് കാണാൻ മേല, അപ്പുറത്തുള്ളത് കലൂർ ബസ് സ്റ്റേഷൻ. ഇതാണ് ശരിക്കും യഥാർത്ഥ കലൂർ ജംഗ്ഷൻ. ഇതാണ് കലൂർ മെട്രോ സ്റ്റേഷൻ. ജംഗ്ഷനിൽ തന്നെയാണ് കലൂർ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ പോകുന്ന വഴി ഇടത്തേക്ക് തിരിഞ്ഞാൽ കലൂർ ബസ് സ്റ്റേഷനുമാണ്. മെട്രോ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡിൽ.
ഏരിയ കലൂർ മെട്രോ സ്റ്റേഷൻ്റെ ബാനർജി റോഡിലാണ് ഈ മെട്രോ സ്റ്റേഷൻ ഇരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. ബാനർജി റോഡിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. മെട്രോയുടെ ഫീഡർ ബസ്സുകളൊക്കെ ഇവിടെ വന്ന് ആളെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. കലൂർ റെസിഡൻസി, ഇവിടെ ഒരു ബാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അമേരിക്കൻ കൾച്ചറിലുള്ള കൗബോയി സ്റ്റൈലിലുള്ള ഫർണിഷിങ്ങും ഡെക്കറേഷനും ആൾക്കാരുമൊക്കെയാണ്. ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കുള്ള ഈ റോഡ് ചെന്ന് പോകുന്നത് ഹൈക്കോടതിയിലേക്കും മറൈൻ ഡ്രൈവിലേക്കുമാണ് ബാനർജി റോഡ് ചെന്ന് എത്തിച്ചേരുന്നത്. ഡെൻ്റൽ ക്ലിനിക്ക്, ഗുലം പാർക്ക് ഹോട്ടലാണ് കാണുന്നത്. ഇതാണ് പോത്തീസ്. ഇവിടെ നമുക്ക് യു ടേൺ എടുക്കാം. ഇനിയും കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് നോർത്തിലാണ്. ദൂരെ നമുക്കത് ലിസി ഹോസ്പിറ്റൽ കാണാനായിട്ട് സാധിക്കും. ഇതാണ് RBIയുടെ ഓഫീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസ്. സ്റ്റേഷനിൽ തന്നെ നമുക്ക് കൊച്ചിൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെയൊക്കെ ഓഫീസുകൾ ഇരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് കാണുന്ന കെട്ടിടം ഹൈവേ ജുമാ മസ്ജിദാണ്. കാണുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ടവറാണ്. AFC ഫിനാൻസ് ടവർ എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് ജുമാ മസ്ജിദ്, ഹൈവേ ജുമാ മസ്ജിദ്, പോത്തീസിൻ്റെ തൊട്ടടുത്ത്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തൊട്ടടുത്തൊരു വലിയ കെട്ടിടം കാണുന്നുണ്ട്. അത് ഏത് കെട്ടിടമാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് എക്സ്പ്രസ് ഹൗസാണ്. അടുത്ത സൈഡിൽ നമുക്ക് പോത്തീസ് കുറച്ചുകൂടെ അകലെ നിന്നുള്ള കാഴ്ചകൾ കാണാം. റോയൽ എൻഫീൽഡിൻ്റെ മുത്തൂറ്റ് ടവേഴ്സാണിത്. ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഷോറൂം കൂടെയുണ്ട്. മുത്തൂറ്റ് ടവേഴ്സാണ് ഈ പതിൻ്റെ നമ്മൾ കാണുന്നത്. ഈ മുമ്പിൽ കാണുന്നത് ഖാദി ടവറാണ്. ഖാദി ടവറിൻ്റെ തൊട്ട് പുറകിൽ ജെസ്സി മെഡിസിറ്റി. ഇതാണ് ഖാദി ഗ്രാമസൗഭാഗ്യ. അതിന് തൊട്ടടുത്ത് കാണുന്ന ആ വലിയ കെട്ടിടം അത് ജെസ്സി മെഡിസിറ്റിയാണ്. നോക്കിയാൽ കാണാം. തിരിച്ച് കലൂർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ വന്നു. ഈ വണ്ടി ഇറങ്ങി വരുന്നതാണ് കലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ വണ്ടി ഇറങ്ങി വരുന്നത്. ഇതാണ് കലൂർ ബസ് സ്റ്റാൻഡ്. ചെറിയ ബസ് സ്റ്റാൻഡാണ്. പണ്ട് വളരെ വിശാലമായി കിടന്നിരുന്നതായിരുന്നു. ഇപ്പോൾ മെട്രോയൊക്കെ അതിൻ്റെ സ്ഥലം എടുത്തുകൊണ്ട് പോയത് കൊണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയ ഒക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലേക്ക് വാഹനം കയറി വരുന്നു. കലൂർ ജംഗ്ഷനിൽ നമ്മളെത്തി.
ഒരു റോഡ്, കലൂരിലെ പ്രധാന റോഡെന്ന് പറയുന്നത് കലൂർ കടവന്തർ റോഡാണ്. ആ റോഡിലേക്ക് നമുക്ക് കാണുന്നു. ഇവിടെ എന്തൊക്കെ കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം. ഒരു ചായ, ഒരു കടയുടെ പേരുണ്ട്. ഒരു ചായ കുടിക്കാൻ ആർക്കായാലും തോന്നിപ്പോകില്ലേ. കടവന്ത റോഡിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. കുറച്ച് ദൂരം കൂടെ നമുക്ക് നോക്കാം എന്താ കാഴ്ചകൾ ഉള്ളത് എന്ന്. ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻറ്റർ കൊച്ചി. അല്ല, ഇഗ്നോവിൻ്റെ സെൻറ്റർ. ഇത് കലൂർ കടവന്തർ റോഡിലാണ് ഇരിക്കുന്നത്. ഇഗ്നോവിൻ്റെ സെൻറ്റർ. ജൂബി റിച്ച് ബാങ്ക്, പലതരം ഫ്ലാറ്റുകൾ, പുളിക്കൽ ആർക്കേഡ്, റെഡ് റോസ് അപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെ പല പല കാഴ്ചകളുണ്ട്. കലാ കോച്ചിങ്, ഡാൻസ് കളക്ഷൻസ്. ജൂബി റിച്ചിൻ്റെ വലിയ കെട്ടിടമാണുള്ളത്. പുറയിലാണ് HDFC ബാങ്കിൻ്റെ പുറയിലാണ്. അതാണ് പുളിക്കൽ ആർക്കേഡ്. കഫേ കോഫിയുടെ ഒരു ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് തിരിച്ചു കാണാം. ഇവിടം വരെ കൊണ്ട് ഈ ജംഗ്ഷൻ്റെ കാഴ്ച, ഇവിടുത്തെ കാഴ്ചകൾ നോക്കാം. നമുക്ക് ബാനർജി റോഡിൽ ഒരു സ്ട്രെച്ച് നമ്മൾ കാണാതെ പോയിട്ടുണ്ട്. ആ സ്ട്രെച്ച് എന്ന് പറയുന്നത് കലൂർ മെട്രോ സ്റ്റേഷനും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനും തമ്മിൽ ഇടയ്ക്കുള്ള ഗ്യാപ്പാണ്. അവിടേക്ക് എന്താ ഉള്ളതെന്ന് നോക്കാം. ഇതൊക്കെ കൂടെ നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടുവരാം. ഒന്ന് ഇപ്പം നേരത്തെ പൂത്തതാണോ താമസിച്ച് പൂത്തതാണോ എന്നുള്ളതാണ് ഒരു സംശയം. വിഷു അടുത്തൊന്നുമില്ല. ഒരു വിഷു കഴിഞ്ഞു, അടുത്ത വിഷു വരാനിനിയും 5-6 മാസങ്ങൾ കൂടിയുണ്ട്. തക്കോലം കേരള ട്രഡീഷണൽ, ഇത് മലബാറിലെ ടേസ്റ്റുകൾ കൊണ്ടുവരുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പാണെന്നാണ് കേട്ടിട്ടുള്ളത്. ിൽ നമുക്ക് കാണാൻ ഉള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് കലൂർ മെട്രോ സ്റ്റേഷൻ മുതൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ വരെയുള്ള ഒരു സ്ട്രെച്ചാണ്. നമ്മൾ ആ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും കലൂർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു. മെട്രോ ഒരെണ്ണം പോകുന്നു. വീഗാലാൻഡിൻ്റെ ഒരു ഫ്ലാറ്റ് സമുച്ചയം നമുക്ക് ദൂരെ കാണാൻ കേട്ടോ. ഈ ജംഗ്ഷനിൽ തന്നെ LF റോഡിൽ, ഫിഫ്ത്ത് ചർച്ച് റോഡിലാണ് കാണുന്നത്. ആ റോഡിലൂടെയാണ് നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വന്നത്. ഇതാണ് മെട്രോ ജംഗ്ഷൻ. നമുക്ക് ഈ വഴി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്കാണ് പോകേണ്ടത്. അവിടെ വരെയുള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. എൻ്റെ ഈ ചാനലിൽ കാണിക്കുന്ന കാഴ്ചകൾ, കൊച്ചു കാഴ്ചകൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടം ആകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഈ ചാനലിനൊരു ഉത്തേജകമായിരിക്കും. കൂടുതൽ കാഴ്ചകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കൊച്ചിയിലെ വളരെ തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നുമാണ് കലൂര്. ആദ്യം പറഞ്ഞതുപോലെ കൊച്ചി ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്, അല്ലെങ്കിൽ പഴയ കൊച്ചി ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൂടിയത്. അതുപോലെ 2017 മെട്രോ വന്നതും വലിയൊരു ബൂസ്റ്റായി മാറിയിരുന്നു. അതിനു മുമ്പേ സ്റ്റേഡിയം വന്നപ്പോൾ തന്നെ ഇതൊരു വളരെ ഉള്ളിലുള്ള ഒരു സ്ഥലമായിട്ട് കരുതുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സിറ്റിയുടെ ഭാഗം തന്നെയാണ് കലൂർ. ലെനിൻ സെൻ്ററാണ് നിങ്ങൾ ഈ ഓപ്പോസിറ്റ് കാണുന്നത്. CPMൻ്റെ ഓഫീസ്. കോർട്ട് കോംപ്ലക്സ് ആണ് കാണുന്നത് കേട്ടോ. ലോകൽ അദാലത്ത്, എറണാകുളം ജില്ലാ പഞ്ചായത്ത്, ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്പെഷ്യൽ കോർട്ട്സ് ഫോർ CBI ആൻഡ് NIA കേസസ്, ഇതെല്ലാം ഇവിടെയാണ്. മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ,
IHREയുടെ കീഴിലുള്ള സ്കൂള്. അതിന് മുമ്പിലുള്ള ബസ് സ്റ്റോപ്പാണ് ഇപ്പോൾ കണ്ടത്. കലൂരിൽ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഇത്. സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. അതാ ഈ കാണുന്നതാണ് സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തൊന്ന് നോക്കാം. സെൻറ്റ് ആൻ്റണീസ് ഷൈൻ എന്നാണ് ഇതിൻ്റെ പേര്. ഫാദർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന ചർച്ചാണിത്, സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. ഒരുപാട് ഭക്തർ ഒത്തുചേരുന്ന ഒരു സ്ഥലവും കൂടിയാണിത്. സെൻറ്റ് ആൻ്റണീസ് ഷൈൻ, കലൂർ റോഡ്. ലഞ്ച് ആസ്വദിക്കുന്നു. ജനറൽ എഞ്ചിനീയേഴ്സ് വണ്ടിയുടെ ക്രാങ്കൊക്കെ എഞ്ചിനുമൊക്കെ സെറ്റ് ചെയ്യാനായിട്ടും ബോർ ചെയ്യാനായിട്ടും കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ്. ഇത് വളരെ പേരുകേട്ടൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോയുടെ അടുത്ത് തിരിച്ചെത്തി. നമ്മളൊരു റൗണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ മെട്രോയുടെ കലൂർ ജംഗ്ഷനിലെ കാഴ്ചകൾ. നമ്മൾ ആദ്യം കാണിച്ച യൂസ്റ്റായാണിത്. അതായത് ഒരു റൗണ്ട് നമ്മളിപ്പം കറങ്ങി കലൂരിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും അടുത്ത ജംഗ്ഷനും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.